ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയുടെ നാളത്തെ സൂപ്പർ പ്രമോ വിശേഷത്തിലേക്ക് സ്വാഗതം. അതിനു മുമ്പ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാ ദിവസവും പുതുപുത്തൻ വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ എത്തുന്നതായിരിക്കും. അതിനോടൊപ്പം ഈ ചാനൽ നമ്മൾ ഷോർട്ട് വീഡിയോസും കൂടി ഇടുന്നുണ്ട്, അതും കൂടെ കയറി കാണാൻ മറക്കരുത്. അങ്ങനെ നാളത്തെ വിശേഷം എന്ന് പറയുന്നത് ഈ വളരെ അസ്വസ്ഥതയായിട്ട് നിൽക്കുന്ന ഒരു ഭാഗമുണ്ടല്ലോ, മറ്റൊന്നുമല്ല, നികേഷിൻ്റെ അമ്മയെ കണ്ടതിന് ശേഷം അത് ഇനി എന്താണ്, അതിനെക്കുറിച്ചൊരു വലിയൊരു അന്വേഷണം നടത്തുവാൻ വേണ്ടി തുനിയുന്ന നിധിയെ കാണുന്ന. അതിനോടൊപ്പം ഇന്നത്തെ എപ്പിസോഡ് അവസാനത്തിൽ കണ്ട് വീട്ടിൽ ഒരു ബാത്റൂം പണിയാനും അതുപോലെ വീടിൻ്റെ മെയിൻ്റനൻസ് ചെയ്യുവാൻ വേണ്ടിയും ഒരുങ്ങും സുഭാഷും അതുപോലെ സുധീഷും ഹരീഷൊക്കെ തുടങ്ങുമ്പോൾ തൻ്റെ വില്ലച്ചനും അമ്മായിയൊക്കെ വന്ന് അവിടെ വിഷയമുണ്ടാക്കുന്ന ചില ഭാഗങ്ങളുണ്ട്. എന്നാൽ അവിടുന്ന് ഈ തൽക്കാലം അവർ അവിടുന്ന് ഒഴിവായി പോവുകയാണ്. അതിനുശേഷം പണി തുടങ്ങുമ്പോൾ വന്ന് ഈ പണി അലമ്പുന്ന ചില സാഹചര്യങ്ങളൊക്കെ വരുന്ന വസ്തു എപ്പിസോഡിലുണ്ട്. അതിനോടൊപ്പം തന്നെ നടക്കുന്ന മറ്റൊരു കാര്യം, നിധി വീട്ടിൽ വന്നതിന് ശേഷം തലേദിവസം പൊട്ടിച്ച പടക്കത്തിൻ്റെ വേസ്റ്റുകളൊക്കെ അടിച്ചു വാരുകയുണ്ട്. അപ്പോൾ ഈ നികേഷ് തന്നെ നിധിയോടൊപ്പം അടുത്തിരിപ്പുണ്ട്. അപ്പം നിധി നികേഷിനോട് ഒരുപാട് ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്നൊരു ഭാഗമുണ്ട്. നികേഷെ, നീ ചെയ്ത് തെറ്റല്ലേ, നിൻ്റെ ഭാഗത്ത് ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്, നിൻ്റെ സൂക്ഷ്മത കുറവുകൊണ്ടല്ലേ അങ്ങനെ ഒരു അപകടമുണ്ടായത്. മറ്റൊന്നുമല്ല, നമ്മുടെ ഭാസ്കറിൻ്റെ കയ്യിലേക്ക് പടക്കം എറിഞ്ഞ് പൊട്ടിച്ചത്, അങ്ങനെ ഒരു പ്രശ്നമുണ്ടായതൊക്കെ നിധി ഓർമ്മിപ്പിക്കുകയും നിനക്ക് വേണമെങ്കിൽ ഒരു ക്ഷമ പറയാമായിരുന്നു എന്ന് പറയാം. അപ്പം നികേഷ് പറയും, ഞാൻ അങ്ങേരോട് ക്ഷമ പറയണമെന്നാണ്, അത് ജീവിതത്തിൽ നടക്കിയല്ല ഏട്ടത്തി എന്ന് പറഞ്ഞ് നികേഷ് കൂളായിട്ട് ആ വിഷയത്തെ കാണുന്ന ചില ഭാഗങ്ങളൊക്കെ ഉണ്ട്. അപ്പം നിധിയുടെ ചില ഉപദേശങ്ങളൊക്കെ നികേഷ് അനുസരിക്കേണ്ടി വരുന്ന ചില സാഹചര്യവും നാളത്തെ എപ്പിസോഡിലുണ്ട്. അതിനുശേഷം കാണുന്നത് അത്താഴ സമയത്ത് നിധിയുടെ ഫോണിലേക്ക് സുഭാഷേട്ടൻ്റെ ഫോണിലേക്ക് ഒരു ഫോൺ കോൾ വരിക. ഒരു അപരിചിത നമ്പറാണ്, അപരിചിത നമ്പറിൽ ഒരു കോൾ വരികയാണ്. കോൾ മറ്റാരുമല്ല, സുനന്ദ വിളിക്കുകയാണ്. അപ്പം പെട്ടെന്ന് സുഭാഷ് ഈ സുനന്ദയുടെ ഫോൺ നമ്പർ കണ്ട് ഞെട്ടിപ്പോകുന്ന ചില ഭാഗങ്ങളുണ്ട്. അതിനിടയിൽ സുഭാഷ് ഫോൺ എടുക്കാതിരിക്കുമ്പോൾ എല്ലാവരും കൂടെ നിർബന്ധിക്കുക, സുഭാഷയുടെ ഫോൺ എടുക്കുക, എന്തിനായി ഫോൺ എടുക്കാതിരിക്കുന്നത്, എന്തെങ്കിലും ആവശ്യം പറയാനായിരിക്കുമെന്ന് പറയുകയാണ്. അപ്പോൾ സുഭാഷ് പറയും, എന്തിനാ വെറുതെ, അവൾ വിവാഹം കഴിച്ച് പോയതല്ലേ, ഞാൻ ഫോൺ അറ്റൻഡ് ചെയ്തിട്ട് വേണം, അതൊരു പ്രശ്നം, അവളുടെ ജീവിതം തകരുന്നൊരു സാഹചര്യത്തിൽ ഉണ്ടാവല്ലേ എന്നോർത്താണ് ഞാൻ ഫോൺ എടുക്കാത്തതെന്നൊക്കെ സുഭാഷ് പറയുന്നുണ്ട്. ഈ സമയത്ത് നിധി പറയുകയാണ്, സുഭാഷേട്ട അതിനിപ്പോൾ എന്താണ്, അവൾ ഒന്നുമല്ലെങ്കിൽ അമ്മായിയുടെ മോളല്ലേ, അതുകൊണ്ട് ഫോൺ എടുക്കുന്നത് കൊണ്ട് യാതൊരു കുഴപ്പമില്ല. ഒരു കാലത്ത് സുഭാഷ് ഏട്ടനെ സ്നേഹിച്ചിരുന്നു, സുഭാഷ് ഏട്ടൻ സുനന്ദയെ സ്നേഹിച്ചിരുന്നു, അതിൻ്റെ പേരിൽ എന്ത് പ്രശ്നമുണ്ടാകുന്ന, ആ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ പോയില്ലേ എന്നൊക്കെ പറഞ്ഞ് സുഭാഷിനെ കൊണ്ട് ഫോൺ എടുപ്പിക്കുകയും അതിനുശേഷം ഫോൺ ഒരുപാട് സമയം സുഭാഷും അതുപോലെ സുനന്ദയും തമ്മിൽ സംസാരിക്കുന്ന ചില ഭാഗങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ വെളിയിലേക്ക് ഇറങ്ങിപ്പോയി സുഭാഷ് പരിസരബോധം മറന്ന് സംസാരിക്കുകയാണ്, സുനന്ദയോടുള്ള വിശേഷങ്ങളും ഒക്കെ ചോദിക്കുന്നു. അതുപോലെ സുഭാഷേനെ കാണാനൊരു ആഗ്രഹം പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്യണം. അപ്പോൾ ഇതൊക്കെ കേൾക്കുന്ന ഒരാളുണ്ട് അവിടെ, മറ്റാരുമല്ല, നമ്മുടെ ഭാസ്കരൻ കേൾക്കുക. അപ്പോൾ വെളിയിലേക്ക് ഇറങ്ങി നിധിയുടെയും തൻ്റെ അനിയന്മാരുടെയും മുൻപിൽ വെച്ച് ഫോൺ വിളിക്കണ്ടല്ലോ എന്നോർത്താണ് വെളിയിൽ ഇറങ്ങിപ്പോകുന്നത്. അപ്പം അവിടെ ഇരിക്കുന്ന നമ്മുടെ ഭാസ്കരനെ ശ്രദ്ധിക്കാതെയാണ് സുഭാഷ് ഫോൺ കോൾ ചെയ്യുന്നത്. അപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ സുനന്ദയോട് സംസാരിക്കുന്നതും സുനന്ദ കാണണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നതും അതുപോലെ ഒരു ദിവസം ഇങ്ങോട്ട് വരുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നത് ഇദ്ദേഹം കേൾക്കുകയാണോ, ഈ ഭാസ്കരൻ കേൾക്കുകയും ഭാസ്കരൻ പിറുപുറത്തോണ്ടിരിക്കുകയും ചെയ്യുന്ന ചില ഭാഗങ്ങളൊക്കെയുണ്ട്. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ സുനന്ദ വീട്ടിലേക്ക്, സുഭാഷിൻ്റെ വീട്ടിലേക്ക് വരുന്ന ചില രംഗങ്ങളൊക്കെയുണ്ട്. അതൊരു വലിയൊരു പ്രശ്നമാക്കി മാറ്റുവാനുള്ള ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് നാളത്തെ എപ്പിസോഡിൽ കാണുന്നത്. അപ്പോൾ വരുന്ന ദിവസം ഫുൾ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ തിരിച്ചത് സബ്സ്ക്രൈബ് ചെയ്യുക.